ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ലോറിയും കൊണ്ട് പിന്നെ ഇറങ്ങി. നമ്മളിതാ കോഴിക്കോട് ഇടയിൽ നിന്ന് കറക്റ്റ് സ്ഥലത്ത് നിന്ന് സ്ഥലപ്പേര് എനിക്ക് ഓർമ്മയില്ല. കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ട്രെയിൻ വന്നുണ്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സൈഡിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലാണ് നമ്മൾ ലോഡ് എടുക്കാൻ വന്നത്. വണ്ടി രാജാസ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പ്രൊഫഷണൽ ടച്ചിൽ വണ്ടി അവിടെ നിർത്തി അവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയേ. ഇതവിടുന്ന് ചില്ലിൻ്റെ കുപ്പിയാണ് കഴിച്ച് കയറ്റാനുള്ളത്. ഭായിമാരുതാ കുപ്പിയും കൊണ്ട് വരുന്നുണ്ട്. ഭായിമാരതാ കുപ്പിയും കൊണ്ടുവന്നതാകും. കുപ്പി ഇതവിടെ കയറ്റി വെക്കുക. ചില്ലിൻ്റെ കുപ്പിയാണ്ട് അത്രയും സൂക്ഷിച്ചും കണ്ടാണ് ഇവർ തന്നെ വെക്കുന്നത്. നമ്മൾ പോകുന്നവരെ എങ്ങനെയാണെന്ന് തിരുവനന്തപുരം അറിയാം. യൂട്യൂബ് ചാനലേ. അപ്പം നമുക്ക് ഇനി എന്താ പറയുക, എന്തായാലും ലോഡാക്കിയിട്ട് കാണാം. അപ്പോൾ അതുവരെ നമുക്ക് വണ്ടീൻ്റെ എന്തെങ്കിലുമൊക്കെ പറയാം. വലിയ ലോഡാകട്ടെ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ രണ്ടാമതും വണ്ടീൻ്റെ അകത്തേക്ക് വരികയാണ് ലോറിയിലേക്ക്. അപ്പോൾ ഒരു 2-3 ആഴ്ചയോളമായി ഇപ്പോൾ ലോറീൻ്റെ അകത്തേക്ക് വരാണ്ട്. കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് ലോറിയിലേക്കൊന്നും എന്നെ കാണാൻ. ലോറീൻ്റെ നമ്മളെ വ്ളോഗൊക്കെ എന്താ പറയുക കുറേ അങ്ങ് നിന്ന് വയ്ക്കി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചൊക്കെ ഉണ്ട്. അതൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ വ്ളോഗ് വരിക. എന്തായാലും നമ്മളെ ഡെയിലി ഒബ്സർവേഷൻ എന്ന പോലെ അടുത്ത ദിവസത്തെ ട്രാവൽ വ്ളോഗ് തന്നെ അല്ലേ. ദിവസവും ഇനിയിപ്പം പറഞ്ഞ പോലെ മാക്സിമം ദിവസവും ഞാൻ വീഡിയോ ഇടും. അപ്പോൾ ഇനി വണ്ടി ലോഡാക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ റിവ്യൂ ഒക്കെ ആയിരിക്കാൻ വേണമെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. ഒരു റിവ്യൂ 2021 മോഡൽ ടാറ്റേൻ്റെ അൾട്ര. ഇതിൻ്റെ ഒരു ചെറിയൊരു എനിക്കറിയുന്ന ഈ രീതിക്ക് ഞാനൊരു റിവ്യൂ ആണ് തരാം. അപ്പോൾ നമുക്ക് ഇനി ലോഡാക്കിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഏകദേശം അടിവാരെത്തി. അടിവാരം ഇപ്പം ഇത്രയും നേരം വണ്ടി അടിച്ച ഞാനാണ്. ഇനി അങ്ങോട്ട് പുള്ളിക്കാരൻ ഉണ്ടാവും. ചായ കുടിക്കട്ടെ. ചായ കടിയൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങളിതാ അടിവാരത്തെത്തി. അടിവാരത്തു നിന്നാണ് കേട്ടോ ചായ കുടിക്കുന്നത്. രാത്രിയാണ്ടാവുന്നത്. പിന്നെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. വണ്ടി ഓടിച്ച ഞാനായതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പം പറഞ്ഞതിനെടുത്താൽ നമ്മളെ പ്രദീപ് ഇനിയിപ്പം അങ്ങോട്ട് പ്രദീപ് എടുക്കുമെന്ന് പറഞ്ഞാൽ വണ്ടി എന്താ പറയുക എനിക്ക് ചുരത്തിൻ്റെ ഒന്നെങ്കിൽ വീഡിയോ എടുക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞാൽ പ്രദീപ് എടുത്ത് വണ്ടി എടുത്തോളും, ഞാൻ എടുത്തോളും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതിനോട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുരം കയറി വൈത്തിരി വരെ പ്രദീപ് അയക്കും. എന്നുവെച്ചാൽ വൈത്തിരിയാണ് പ്രദീപിൻ്റെ വീട്. പക്ഷേ പുള്ളിക്കാരൊന്ന് വീട്ടിലൊക്കെ പോയി എനിക്കുള്ള ഫുഡ് ഇതൊക്കെ എടുത്ത് വന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് ഇനി ഇവിടുന്ന് വണ്ടി എടുക്കുക. ഇനി ഇവിടുന്ന് എനിക്ക് ചുരം കയറുന്നൊക്കെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സുന്ദരനും സുഗമനുമായ ചെറുപ്പക്കാരൻ പ്രദീപ് കുമാർ. അപ്പോൾ ഈ ചായ പീടിയനോടും ചായ അടിച്ചെന്ന ചേട്ടനോടും ബായ് പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ നല്ല അടിപൊളി ചായ കണ്ടോ. പ്രദീപ് ബ്രോ പാട്ട് വെക്കുന്നുണ്ട്. പാട്ട് വെച്ച എൻ്റെ കഥ പോക്കാം. സെറ്റ് ഞാൻ ഓഫാക്കിട്ടാ.
ഓ ഗായ്സ്, ഇത് പിന്നെയും പോയോ? ചതിച്ചു ഗായ്സ്. Bluetooth mode. Bluetooth has been connected. ഞാൻ എന്തായാലും ആണെച്ചിട്ട് ഇവനെ വണ്ടി കിടന്ന് ഞാൻ വീട്ടിൽ പോകും. രാവിലെ പോകുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എന്തോ ഒരു ഷോട്ടാണ്, അതുകൊണ്ട് അപ്പോൾ നമ്മൾ 8 കഴിഞ്ഞ് 9ാമത്തെ ലാസ്റ്റ് വളവെത്താനായി. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പം പറഞ്ഞാൽ ഫുള്ള് ഞാൻ എന്താ പറയുക മെല്ലെ അങ്ങനെ കയറാനേ കഴിയുള്ളൂ. മുന്നിൽ നിന്ന് ഓപ്പോസിറ്റ് നിന്നും വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം നോക്കി മെല്ലെ കയറുകയാണ്. ഈ ചുരം കയറുന്നൊന്നും വലിങ്ങനെ ഞാൻ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ പാണ്ടീൻ്റെ അത് ഇയാൾ പാട്ട് വെച്ചിട്ടും കഴിച്ചു. ഞാനിപ്പോൾ പാട്ട് ഓഫാക്കിയിട്ട് എന്താ പറയുക വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെ പാട്ട് ഓഫാക്കി വെച്ചാണ്. പിന്നെ രാത്രി രണ്ട് ചുരത്തിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് വലിയ കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കാണാനായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും മാത്രമാണ് ഞാൻ എന്താ പറയുക വീഡിയോ ഓണാക്കുള്ളൂ. അപ്പോൾ എൻ്റെ കാണാനുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം, ഇല്ലെങ്കിൽ എന്താ പറയുക നാളെ രാവിലെ നേരം വെളുത്തിട്ടല്ലേ വണ്ടി വെക്കുന്ന സ്ഥലം ഒക്കെ ഒന്ന് കാണിച്ചിട്ട് വണ്ടി വൈത്തിരിയാണെന്ന് എന്തായാലും വെക്കുക. വൈത്തിരി എന്താ പറയുക എത്തുമ്പോൾ വരാം. പൈസ എല്ലാവർക്കും അങ്ങനെ നമ്മൾ നേരം വെളുത്തിട്ടോ. അപ്പോൾ നമ്മൾ വൈത്തിരിയിൽ നിന്ന് മെല്ലെ വണ്ടി എടുത്ത് വൈത്തിരി നമ്മൾ കിടന്ന് ഇന്നലെ ഫുള്ള് ഇരുടായതുകൊണ്ട് ആളറിഞ്ഞ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ പ്രദീപുറോ ഒന്ന് വണ്ടി എടുത്ത് ഞാൻ രാവിലെ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിന് പോവാ വണ്ടി എടുക്കിയത് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങ് എടുത്തോന്നു. രാവിലെ തന്നെ ഉറക്കത്തിന് വണ്ടി എടുക്കുന്ന പറയുമ്പോൾ അതല്ലേ പറയാനാവും. അപ്പോൾ നമ്മൾ വൈത്തിരി പാസ്സാക്കി മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലെയൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല സുഖമായിരുന്നു ഇവിടെ കിടന്നുറങ്ങാൻ. നല്ല തണുപ്പും ഇപ്പം തന്നെ എനിക്ക് വിറകിയതുണ്ട്. നല്ല ബോസിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് ഉറങ്ങണം. ഒരു 8 മണി വരെയെങ്കിലും കിടന്ന് ഉറങ്ങി കാണണം. ആർക്കും കയറണ്ട കേട്ടോ. 15 ലെവലിൽ പിടിച്ചോ. അപ്പോൾ മേലോട്ട് നോക്കൂ ഗൈസ്. ഇതിക്കൊണ്ട് വീടൊക്കെ കാണാൻ പറ്റാൻ ഇവിടുന്ന്. പക്ഷെ ഇപ്പം മഞ്ഞോണ്ട് കോടമഞ്ഞോട്ട് മൂടി കിടക്കുകയാണ്. ഞാൻ സൈഡ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടോ. അതുപോലെ നല്ല തണുപ്പാ. പുള്ളിക്കാരന് പിന്നെ ഇവിടുത്തെ തണുപ്പ് ശീലമാണ്. നമുക്ക് അങ്ങനെയല്ല. എന്താ ചേച്ചി രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്ത് നിൽക്കുന്നുണ്ട്. പണിക്ക് പോകുന്ന ആളാവണം. ഈ നമ്മളുടെ കാലിൻ്റെ ചോട്ടിൽ ആഡ് ബ്ലൂ വയനാടിന് വണ്ടർ വൈത്തിരി പാർക്ക്. വയനാട്ടിൽ വരുന്നവരൊക്കെ അപ്പം പറഞ്ഞ പോലെ അങ്ങനത്തെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് വയനാട്. അതൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. നാരായണ പമ്പിന്നുണ്ടോ? ഞാൻ പിന്നെ ഇന്നലെ രാത്രി പിന്നെ മുത്തറിനെ വിളിക്കണ്ടേ. ചായ വെച്ച് വെള്ളിയാഴ്ചല്ലേ ഞാൻ നല്ല ഉറക്കാനു. ഞാൻ ഇന്നെ മുത്തരം വിളിച്ചതാ. മുത്തരം വിളിച്ച് ഇന്നോട് ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ പോരാ. ഇന്നോട് ഫസ്റ്റ് വിളിച്ച്
വണ്ടിയിലെടുത്ത് പോവാന്ന് അപ്പോൾ ഇതാ നമ്മളെ വയനാടിൻ്റെ മനോഹാരിത എന്ന് പറയാനുള്ളത്. നോക്കിയേ, ഇവിടെയൊക്കെ ഓരോ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് നമ്മളെ സുദീപ് ബ്രോ പറയുന്നത്. നോക്കിയേ, ഇതൊക്കെയാണ് ഗൈസ് വയനാടിൻ്റെ ഒരു മനോഹാരിത. ഇത് അടുത്ത ഒരു പാർക്ക്, പാർക്ക് റിസോർട്ട്. നമ്മൾ നേരെ നമ്മളെ ബിയറിൻ്റെ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ബിയറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക്. ഈ കുപ്പി ബിയർ നിറയ്ക്കാനുള്ള സാധാ കുപ്പിയാണ്, കാലിക്കുപ്പി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഊട്ടി മൈസൂർ നമ്മൾ വയലാടുന്ന് മൈസൂർ റൂട്ടിന് കയറിയുണ്ട്. ഇതേനു ചുണ്ടയിൽ നിന്ന് നമ്മൾ മൈസൂർ റൂട്ടിന് കയറിയുണ്ട്. മൈസൂർ റൂട്ടിന് കയറിയപ്പോൾ തന്നെ റോഡ് കണ്ടു ഗൈസ്. എന്താ രസം. സൈഡിലൊക്കെ നോക്കിയേ, ഇവിടെ സൈഡിൽ വാഴത്തോട്ടമുണ്ട്, കന്നിൻ്റെ കൃഷി. ഇതൊക്കെ ഇലയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കുമല്ലേ? അല്ല വാഴത്തോട്ടം തന്നെയാണ്. വാഴ പുതിയ നട്ടല്ലേ. ഞാൻ കൊലയ്ക്ക് തന്നെ വേണ്ടിയിട്ടുള്ള ഇലക്കല്ല കേട്ടോ കഴിച്ചു. വയനാടിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിപ്പിക്കല്ലേ. വലിയ ഫ്ലെക്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതൊന്ന് ആക്സിഡൻറ്റിൻ്റെ ബോർഡാട്ടോ. വളരെ ശ്രദ്ധിച്ച് പോവുക. അപകട മേഖലയാണ്. മാക്സിമം ശ്രദ്ധിച്ച് ഇങ്ങനത്തെ റോഡുകളിലും ഇപ്പം പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൂടെ പോകുന്നവർ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ നാടല്ല, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. കയറിപ്പോയിക്കോട്ടെ എന്ന് വിചാരിച്ചോളാം. അപ്പം കണ്ടില്ലേ, സ്പാനിഷ് ബംഗ്ലോ. ഇതൊന്നും വില്ല കേട്ടോ, ഇതൊക്കെ വില്ലകൾ. ഇവിടെ വയനാട്ടിന് മെയിൻ സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ ഹോം സ്റ്റേ, വില്ലാസ്, റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വയനാടിൻ്റെ. എൽമ the walnut cakes. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോവാട്ടോ. ഫുള്ള് ഇവിടെ ഹോം സ്റ്റേൻ്റെ ബോർഡാട്ടോ. ഈ വയനാട് ഏരിയയിൽ ഫുള്ള് ഹോം സ്റ്റേ കാര്യങ്ങൾ പരിപാടികളൊക്കെയാണ്. ഗായ്സ്
നോക്കിയാ ആനവണ്ടി കയറി പോകുന്ന പൂക്ക് നോക്കിയേ. നമുക്കതുപോലെ പോകാനാവില്ല. നമുക്ക് ഡീസൽ നോക്കി അങ്ങനെ ആക്കത്തിലേ പോകാനാവുള്ളൂ. ഡീസൽ വെക്കാണ്ട് പോയിക്കിൻ്റെ നമുക്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും മുതലാളിക്ക് ബാലൻസ് ഉണ്ടാവില്ല. വയനാടിനൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ദൂരത്ത് കാണുന്ന ചമ്പ്രമല കേട്ടോ, ചമ്പ്രമല. എന്താ നമ്മൾ മാനന്തവാടി സുൽത്താൻ ബത്തേരി റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ദൂരയാത്ര ചെയ്യുന്ന ആൾക്കാർ മാക്സിമം റൂട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ മാപ്പും കാര്യങ്ങളും ഒക്കെ നോക്കി പോകുന്നതും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെ. പക്ഷേ ഫുൾ ടൈം മാപ്പിനെ വിശ്വസിച്ചാൽ മാപ്പ് നമ്മളെ ചതിക്കും. അന്നേരം മാക്സിമം ആൾക്കാരോട് ചോദിച്ചു. പിന്നെ ഇതേപോലെ തന്നെ സൈൻ ബോർഡ്സ് ഉണ്ടാവും. നമ്മൾ ഏകദേശം ഒരു ഐഡിയ നമ്മളെന്താ പറയുക മാപ്പ് നോക്കിയിട്ട് വണ്ടി എടുക്കുന്നതിന് മുന്നേ മാപ്പ് നോക്കിയിട്ട് ഇന്ന വഴി കൂടെ ഇന്ന സ്ഥലത്ത് ചാടി ആറുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഒരു നമുക്ക് നമ്മളേതായൊരു ബോധം നമ്മൾ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ഇങ്ങനെ സൈൻ ബോർഡ്സ് നോക്കിയിട്ട് തന്നെ വണ്ടി ഓടിക്കുക. അല്ലാണ്ട് മാക്സിമം ഗൂഗിൾ മാപ്പ് മാക്സിമം ഓണാക്കി വെച്ചോ കുഴപ്പമില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എന്താ പറയുക പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫുള്ളി ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ ആശ്രയിച്ച് നിൽക്കരുത്. ഒരു ടൈമിൽ ഞാൻ അങ്ങനെയാണ് ഫുള്ളി ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞ് ഇപ്പം വണ്ടി കൊണ്ട് തന്നെ ഇനി ഒരുപാട് പ്രാവശ്യം ഗൂഗിൾ മാപ്പ് വൈതെറ്റിച്ചും കണ്ട കാട്ടും കുത്തിയിലൊക്കെ കയറ്റി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ആ പരിപാടി നിർത്തി. ജയന്തി ജനത ഇപ്പോൾ ചങ്ങാത നമ്മൾ പിന്നെയും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയ എന്തോരം കുറവല്ലേ സൈഡിലൊക്കെ. പക്ഷെ നമുക്ക് റോഡ് കാണാത്ത രീതിയിലുള്ള കോടയൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള കോടയേ ഉള്ളൂ. റോഡൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു കോട വെച്ചിട്ടുണ്ടെങ്കിലാണ് ഒരു ഇതുള്ളൂ. അന്നേരം നമുക്ക് മറ്റേ കോടാമഞ്ഞ് ഓഹോ തൈവര ഓഹോ രക്കടമ്പ് പൂക്കുമ്പോൾ അല്ലല്ല ആ പാട്ട് പാടാനാവുള്ളൂ. ഇനിയിപ്പോൾ ഇത് പാടി ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമോ? ആകെ 66-33 ആൾക്കാരെ കാണും. മാക്സിമം 200 ആൾക്കാർ, അതിൽ കൂടുതൽ ആൾക്കാരൊന്നും വീഡിയോ കാണില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക കോപ്പിറൈറ്റ് കൊടുക്കൂലാതെ വിചാരിക്കുന്നത്. പുള്ളിക്കാരെ പക്ക ലോറി എങ്ങനെയാണെന്ന് കൊണ്ടുവന്ന് അതിനനുസരിച്ച് മാത്രമായിട്ട് നമുക്കൊരു പോകുന്നത്. പക്ഷേ ഞാൻ ഓടിക്കുന്ന നേരമുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ കുറേയൊക്കെ ചില നേരം ഇങ്ങോട്ട് ലോറിയാന്നുള്ളത് പറഞ്ഞു. ഞാൻ ബസ് ഓടിക്കുന്ന പോലെയൊക്കെ ഓടിച്ചു. നോക്കിയേ എന്നാ കഴിച്ചാന്ന് നോക്കിയേ കഴിച്ച് ഫുള്ള് ഒരു മല പകുതി, ഒരു മലയ്ക്ക് ഒരു അരഞ്ഞാണം ചുറ്റി കിടക്കുന്ന പോലെ കോടമഞ്ഞി കിടക്കുന്നത്. രാവിലെ തന്നെ വന്നാലുള്ള ഒരു സുഖത, നല്ല തണുപ്പും ഇങ്ങനത്തെ കാഴ്ചകളും. ഇനി നമുക്ക് ഫോറസ്റ്റ് ഒക്കെ കയറുമ്പോഴത്തേക്കും മുത്തങ്ങ ഫോറസ്റ്റ് ഒക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ അതുവരേക്കും നമ്മളെ ഡൈവേഷൻസ് ഒക്കെ വരുന്നേരം ഞാൻ ഫോൺ എടുത്ത് ഓണാക്കി വെക്കും. അപ്പോൾ അതുവരേക്കും ബായ്. അപ്പോൾ നോക്കിയേ നമ്മൾ ഏകദേശം മുത്തങ്ങയൊക്കെ എത്താനായി. മുത്തങ്ങ ഇതുവരെ എത്തിയില്ല, എത്താനായിട്ടേ ഉള്ളൂ. അപ്പം പറഞ്ഞ പോലെ നോക്കിയാൽ കാടിൻ്റെ ഒരു മനോഹാരിത, നല്ല ഒരു ഭംഗിയില്ലേ. ഇതിലെങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ ഈ കാടിനൊരു എന്താ പറയുക, കാടിൻ്റെ നടുവ് കൂടെ ഒരു റോഡും
ആ റോഡിൻ്റെ ഉള്ള വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ ഈ റോഡിനെ കീറി മുറിച്ചോണ്ട് നമ്മളെ വണ്ടി ഇങ്ങനെ പോവുക. നമ്മളൊരു ഭാരത് ബെൻസ് പാസ് ആയിക്കോ കാലിയാന്ന് തോന്നിട്ടോ. നമ്മൾ ലോഡും കൊണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ പോകുള്ളൂ. ഇങ്ങനെ പോയാലേ കാര്യമുള്ളൂ. വെറുതെ വലിപ്പിച്ചാലൊക്കെ ഒരു കാര്യമില്ല. ഡീസൽ വെറുതെ കത്താനല്ലാണ്ട്. നിങ്ങൾ സൈഡൊക്കെ നോക്കിയാൽ ഇത് പറഞ്ഞറിയിക്കാൻ എന്താ പറയുക കയ്യോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവറിയില്ല. പക്ഷേ ഇതിലൊക്കെ യാത്ര ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. അത്രയും അടിപൊളി കാറാണ് ഇതിപ്പോൾ. എന്താ പറയുക ഇത് ചെറിയ കാറൊന്നുമല്ല കേട്ടോ. ആനയും എന്താ പറയുക മയിലൊക്കെ ക്രോസ് ചെയ്യുന്ന ആനയും കുരങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്താ പറയുക റോഡ് സൈഡിലൊന്നും മുള്ളുവേലികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം ഉള്ളോട്ടങ്ങാനായിരിക്കും ഉണ്ടാവുക. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞുള്ള ബസ് അത് ലിങ്ക്സ് ആണല്ലോ വണ്ടി പോയത്. ബൈക്കിംഗ് അല്ല ലിങ്ക്സ് ആണെന്ന് തോന്നുന്നു. സൗണ്ട് നല്ലൊരു എന്താ പറയാ വയനാട് പറഞ്ഞാൽ ഇതാണ്. ഏകദേശം മുത്തങ്ങയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? അവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെയൊക്കെ മാനൊക്കെ ക്രോസിംഗ് ഉണ്ട് കേട്ടോ. ഡ്രൈവ് കയറുമ്പോൾ ഇവിടുന്ന് ഇപ്പൊ നമ്മളിപ്പോ അബദ്ധവശാൽ ഒരു കുരങ്ങോ അല്ലെങ്കിൽ ഒരു മാനോ എന്തെങ്കിലും നമ്മളെ വണ്ടിയില് നമ്മളെ ഇങ്ങോട്ട് വന്ന് തട്ടിയാലുണ്ടല്ലോ വണ്ടി ഇവിടെ പിടിച്ചിടും. ഇവര് പറയുന്ന പൈസ ഉണ്ടാക്കണം നമ്മൾ അവിടെ അടയണം എന്നാലേ വണ്ടി ഇട്ടുള്ളൂ. അതായത് കേരള സർക്കാരിന്റെ വോൾവോന്റെ സ്കാനിയ ബസ് എനിക്കറിയാം. ഞാൻ സംഭവം അറിയൂലേ? ആ ബസ് ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഇറക്കിയിട്ടില്ല. അതാണ് ഇവിടത്തെ വിഷയം. അപ്പോൾ ഇതിനകത്ത് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ എന്താക്കുക ഇപ്പോഴും കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. അപ്പൊ മാനോ എന്തോ ഇങ്ങോട്ട് വന്ന് അടിച്ചാലായിക്കോട്ടെ അങ്ങോട്ട് പോയി അടിച്ചാലായിക്കോട്ടെ പണി നമുക്ക് തന്നെ. ഇപ്പോൾ സൈഡിൽ ചെറിയ ചെറിയ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നെൽപ്പാടങ്ങളും ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ഇതിനൊക്കെ കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ ഇങ്ങനെ ഇതൊരു ഹോട്ടലാണ് കൂട്ടിയിട്ടാണ്. അവിടെ ചായക്കട ഉണ്ട്. കുത്താക്ക വെച്ച റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുക. മുത്തങ്ങ ഫോറസ്റ്റ്. എവിടെ ചെറിയൊരു കാലടിക്കണ്ടേ? നമ്മളിതാ ഇപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് കിടക്കുന്നതിനുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നമ്മളെന്താ പറയുക കേരള ബോർഡറിൻ്റെ അവിടെ നിർത്തി നമ്മൾ ചായ കുടിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താ പറയുക ബാക്കി ഫോറസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പം അതാ നമ്മളിങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതവിടെ ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ. ബസ് മുതൽ ലോറി എല്ലാവരും ഇങ്ങനെ അവിടെ വന്ന് വരിക്ക് നിർത്തിയാൽ പോവാം. നമ്മളാണല്ലോ വീട്ടിലിടയ്ക്ക് ഇതാ ഫുള്ള് നമ്മളെ ചില്ല് കുപ്പിയായിട്ട്. ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് തന്നെ ഇടുവാ. ഇത് ശ്രദ്ധിച്ചോ? ഇത് നമ്മളെ കെട്ടാണെങ്കിൽ ശരിയാകുന്നു. 2 ചാക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതങ്ങനെ വരുള്ളൂ. അതെന്തായാലും ലൂസായി നോക്കിയിരിക്കായില്ല. അപ്പോൾ അതാ നമ്മളെ വണ്ടി രാജാസ്. ഇനി പുള്ളിക്കാരനെ ഞാൻ 2 ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ നമ്മളെ വണ്ടീൻ്റെ മുന്നിൽ നിന്ന്, എന്നിട്ട് കാണാം.
ഇയാൾക്ക് പാട്ടില്ലാന്ന് പറ്റില്ല എന്നിട്ട് ഇപ്പം പറഞ്ഞവരോട് പാട്ടൊക്കെ വെക്കി ഇവിടെ കൈ കാണിക്കോ അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഞാനാണ് വണ്ടി എടുക്കുന്നത്. മുത്തങ്ങ ഫോറസ്റ്റിന്റെ അകത്തൂടെ വണ്ടി ഒഴിക്കുന്ന ഒരു പ്രത്യേകത ദൈവമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇങ്ങോട്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞ നമ്മളങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഇനിയിപ്പോ പറഞ്ഞ ഏകദേശം ഫോറസ്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ടാവും? എത്ര കിലോമീറ്റർ ഉണ്ടാവും ഫോറസ്റ്റ്? 10 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ഇവിടെ കയറി ഇവര് നല്ലൊരു വണ്ടി ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരും മാക്സിമം കെയർഫുൾ ആയിട്ട് ഓടിക്കുക. അനങ്ങ ഹമ്പാണ്, ഒരുപാട് ഹമ്പുകളുണ്ട്. പറഞ്ഞിട്ട് എന്താ പറയാ, ഹമ്പൊക്കെ നോക്കി എന്താ പറയാ സുരക്ഷിതമായിട്ട് തന്നെ ഓടിക്കുക. നല്ല അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഫോറസ്റ്റ് കയറി കഴിഞ്ഞാൽ. ഇനിയിപ്പോ നമുക്ക് നേരത്തെ ഞാൻ കുരങ്ങനെ കാണിച്ചു തന്നെ. പിന്നെ ഇനിയിപ്പോ ബാക്കിയുള്ള എന്താ പറയാ ഇനിയിപ്പോ എന്തിനെങ്കിലൊക്കെ മുന്നോട്ട് കാണുമ്പോ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ വേറെ എന്താ ഫോറസ്റ്റിൽ പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് മയില് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കെന്താ മാനേയും കടുവായിട്ടുള്ള എല്ലാ സംഭവത്തിനും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ഷേത്രമുണ്ട്, ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണെന്ന് വെച്ചാൽ പറഞ്ഞു കേട്ട്. പഠിച്ചവനെ അയ്യപ്പ എന്താ കുറഞ്ഞു കേൾപ്പത്തേക്ക് പിന്നെ നമ്മുടെ ഈ വയനാട് ജില്ലേന്റെ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പൊ നിലവിൽ ഫോറസ്റ്റുള്ള എല്ലാ സ്ഥലങ്ങളും ഒരു പ്രത്യേകം മെയിനായിട്ടുള്ള പ്രത്യേകം ഞാൻ കണ്ടതിലൊക്കെ എന്താ പറയുക, ഇവിടെ ഇപ്പൊ സൈഡിലൊക്കെ മരം മുറിച്ചിട്ടാണ് കണ്ട്. ആ മരം മുറിച്ചിട്ട് കണ്ട് ഇപ്പം പറഞ്ഞാൽ മരം ഏടൊക്കെ മുറിക്കുന്നു. അതിന് പകരമായിട്ട് ഒരു മരം മുറിച്ചാൽ തന്നെ അതിന് പകരമായിട്ട് ഒരു മരം വെച്ചിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ എന്താ പറയാ നമ്മള് അപ്പുറത്തോടെ പോകുന്നില്ല ആ വഴി എന്തേലും അതെ കുട്ട വഴി പോകുന്നതിൽ നമ്മള് പുറത്തിനകത്ത് നമ്മള് കാണിച്ചിരുന്നു. ഒരുപാട് തേക്ക് മുറിച്ചിട്ടതും അതേപോലെ തന്നെ പുതിയ പുതിയ തേക്കിന്റെ തൈകൾ ഓരോ നടുന്നതും. മരങ്ങളോരോ തേക്ക് മാത്രമല്ല കേട്ടോ, ഈ കാടുകളില് എല്ലാ മരങ്ങളും മുറിക്കുന്ന മരങ്ങളൊക്കെ അതിന് ബദലായിട്ട് എന്തെങ്കിലും ഒരു മരം ഒരു തിരിച്ച് നടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ എന്താ പറയാ കാടിനെ ഇപ്പം പറഞ്ഞ കാടിനെ സംരക്ഷിച്ചു പോകുന്നതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും കാടിനെ മനോഹരമാക്കുന്നതും അതുപോലെ തന്നെ മരങ്ങളും. ഈ മരങ്ങളൊക്കെ നടന്നു നിൽക്കുന്നോണ്ടല്ലേ ഈ കാട് എന്ന് പറഞ്ഞത്. ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ. ആണെങ്കിൽ മരങ്ങൾ നോക്കിയാൽ ചിലപ്പോ മാനൊക്കെ കാണാറുണ്ട്. ഇപ്പം പറഞ്ഞതിനോട് നമ്മളെന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് സൈഡൊന്നും ഇങ്ങനെ കാണിക്കില്ല. ആനയുടെ ചാളകം ആന പിണ്ടാറോ എന്താണ് സംസാരിക്കാല്ലേ മറ്റേ ഞാന് ആനപ്പിണ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്ന വെളിങ്ങനെ കേൾക്കുന്നില്ല കേട്ടോ. എന്റെ മൈക്കിൻ ചെട്ടാണല്ലോ.
നിങ്ങള് പുള്ളിക്കാരൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ മുമ്പിൽ പറഞ്ഞിരുന്നോ. ഞാൻ മുമ്പിൽ വയനാട്ടുകാരനാണ്. ക്യാമറകളുണ്ട് ഓരോ മരത്തിന്റെ കൊമ്പത്തും പറഞ്ഞ ക്യാമറകളുണ്ട്. നോക്കിയ മാനദണ്ഡമൊക്കെ എന്ന സ്ഥലമാണ്. കേർഫുള്ളി അതുമാതിരി തന്നെ കാട്ടിനകത്ത് നിങ്ങൾ ഈ കുറച്ച് വണ്ടി വിളിക്കുമ്പോ ഒരിക്കലും ഈ കാട്ടിൽ കഴിഞ്ഞാൽ വണ്ടി നിർത്തരുത്. കാരണം വണ്ടി നിർത്തി കഴിഞ്ഞാല് എന്തൊക്കെയാ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റും. കാരണം മാന്, കരടി, അതുമായിട്ടുള്ള കുറെ വന്യജീവികളുണ്ട്. കുരങ്ങുകൾ പ്രത്യേകിച്ച് ഇവരൊക്കെ വണ്ടിയിൽ കയറി കഴിഞ്ഞാല് ഇഷ്ടം പോലെ നാശനഷ്ടം കാര്യങ്ങളൊക്കെ ആയിപ്പോകും. വണ്ടി നിർത്താനില്ല, ഫൈനായിരിക്കും. എന്താ പറയാ, നാട്ടില് കാട്ടില് തീരെ വണ്ടി നിർത്താനുള്ള പെർമിഷൻ കാട്ടിലില്ല. കാരണം വെച്ചാൽ വണ്ടി നിർത്താൻ പാടില്ല കാട്ടില്. എന്താ പറയാ, പറഞ്ഞിട്ട് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ വണ്ടിയുള്ളവർ ഇപ്പം പറയല നേരി ഭയങ്കരമായ വണ്ടിനകത്ത് കയറാൻ വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ വണ്ടിനകത്തുള്ള സാധനങ്ങൾ നശിപ്പിക്കും, നമ്മളെ ആക്രമിക്കും. കുരങ്ങന്മാർ നമ്മളിപ്പോ സ്വർഗത്തിന്റെ മേലെ കണ്ട് നമ്മൾ പഴം കൊടുക്കുന്ന കുരങ്ങല്ല കാട്ടിലുണ്ടാവുക. കാട്ടിൽ ആളുകൾ നമ്മളെ ഉപദ്രവിക്കും, ആൾക്കാരെ ഉപദ്രവിക്കും. പിന്നെ സ്വതവേ എന്താ പറയാ, അതിനോട് എന്തെങ്കിലും ഉപദ്രവിക്കാൻ അത് ഉപദ്രവിക്കാം. അപ്പൊ അത് വണ്ടിക്ക് അതിനെ ഓടിച്ചു വിടാനൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ മൈൻഡ് അതൊന്നും അതിനെ ഉപദ്രവിക്കാനെന്ന അപ്പം പറഞ്ഞതിനോട് അത് തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങും. ആക്രമിച്ചാൽ അതിന്റെ എന്താ പറയാ, അപ്പം പറയാല്ല മൊത്തവും ഇപ്പം പറയാനുള്ള കാരണമൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ, കർണാടക ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ നമ്മള് മാനെ കാണാൻ തുടങ്ങി. എന്താ ഒറ്റയ്ക്കേ ഉള്ളൂ നടക്കുന്നത്. കാട്ടിലിങ്ങനെ നടക്കുക പുള്ളിക്കാരെ കാണുന്നുണ്ടോ? വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. കർണാടക നമ്മളെല്ലാ ടാക്സും എല്ലാ പേപ്പറും ക്ലിയർ ആക്കി എല്ലാ കാര്യങ്ങളും. ഒരു സാധനം എന്താ പറയാ, നമ്മളെ അഞ്ച് ചോദിച്ചത് 300 രൂപ. അതാണ് മുത്തങ്ങ ഈരിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അനങ്ങ ഹമ്പ അനങ്ങ ഇവിടെ ഹമ്പുണ്ട്. ഹമ്പോണ്ടൊരു ചെയ്യാട്ടാ. സംഭവം ഇതൊക്കെ സുരക്ഷേന്റെ ഭാഗമായിട്ട നമ്മക്ക് തന്നെ നല്ലതിന് വേണ്ടിയിട്ട. കാരണം എന്താ വെച്ചാ വന്യമൃഗങ്ങളൊക്കെ നമ്മളെ മുന്നിൽ കയറിയിരിക്കുന്ന നമ്മക്ക് തന്നെയാ പ്രശ്നം. അതിന് വേണ്ടിയിട്ടാണ് ഇന്റെ തലയൊക്കെ അതിന്റെ അത് ക്യാമറ അത് കാണുന്നുണ്ടോ എന്ന് നോക്കണേ. ഫോണിങ്ങനെ പിടിച്ചാൽ പോരട്ടോ. വന്യമൃഗങ്ങളെ തട്ടോ നമ്മളിപ്പോ ഈ അമ്പില്ലെങ്കിൽ നമ്മളെ വിറ്റ് കീറിപ്പോകുന്നു. അത്രയും നല്ല റോഡാ. ഉച്ചിളക്കി പോയി കഴിഞ്ഞാലുള്ള അപ്പൊ ഇപ്പം പറഞ്ഞിട്ട് അടുത്തുള്ള ഹമ്പത്തി ഹമ്പെന്ന് ഇങ്ങനെ അണിഞ്ഞാൽ ഹമ്പൊക്കെയുള്ള മീൻ സീസൺ എന്താ ചെയ്തില്ല കേട്ടോ. നമ്മള് അത്രയും നല്ല റോഡാണ്. നമ്മള് ആരാണെങ്കിലും എത്ര നല്ലോണം റോഡിനുള്ളിൽ ഇരിക്കഴിഞ്ഞാൽ കീറി ഇളക്കി ചെയ്യാം. കീറി ഇളക്കി അങ്ങനെ പോകുന്നതിനൊപ്പം പറഞ്ഞതിലോട്ട് മൃഗങ്ങളെ ഞാൻ ചാടിയാല് ഒരു മൃഗം ഇപ്പം പറഞ്ഞാല് ഒരു കുരങ്ങൻ പട്ടം ചാടിയാൽ മതി. ഒരു കാറോ അല്ലെ ഏതൊരു വണ്ടിയാണെ കൈവന്ന് പോയി ചിലപ്പോ അതിനെ കണ്ടിട്ട് പറ്റിക്കാം. ലോറിയാണെങ്കിൽ പറയാം, കാറാണെങ്കിൽ സ്പീറ്റായി കിട്ടാതെ പുറകിലെ പോയി ആക്സിഡന്റ് ആളപായം വരെ ഉണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതോടൊക്കെ തന്നെയാണ് ഈ അമ്പണകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നതിൽ തന്നെ ഇപ്പൊ ഒരു പോലീസ് വണ്ടി വന്ന് നമ്മൾ അന്നേരം വീഡിയോ പോകണം. കാരണം എന്താന്ന് വെച്ചാല് അതിനകത്ത് വീഡിയോ ഷൂട്ടിങ് ഒന്നും പറ്റില്ല, എടുക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ നിയമം. മറന്നു വേടാ ചെട്ടി വേറെന്താ വേറെ ഇപ്പൊ ഒന്നുമില്ല. ഞങ്ങളിതാ ഗുണ്ടിൽപേട്ട എത്തി.
ഇവനാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണെങ്കിലോ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. യൂട്യൂബിൽ വരും. യൂട്യൂബിന്റെ പേരെന്താ? ആ യൂട്യൂബിൽ അടിച്ചു നോക്കിയാണ്ട് ഉള്ളിയേരിക്കാരൻ. ഇന്നലത്തെ എന്തായാലും അവൻ അപ്ലോഡ് എന്നാലും ചെയ്തിട്ടില്ല, ചിലപ്പോൾ ഇടും. ഉള്ളിയേരിക്കാരൻ. ആ എനിക്ക് വാട്സപ്പിൽ ലിങ്ക് ഇട്ട് തരാന്ന്. ആ എന്നാ ആയിക്കോട്ടെ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. എന്താ അസുഖിട്ട് അങ്ങനെ നമ്മള് കാടെല്ലാം കഴിഞ്ഞു. നമ്മള് ഫുള്ള് പരാജയപ്പെട്ടാണ് വന്നത്. കാരണം നമ്മള് ആഗ്രഹിച്ചതൊന്നും നടന്നില്ല. പക്ഷെ നമ്മള് കാടങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയപ്പോ ഉണ്ടല്ലോ, ഇത് കണ്ട നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഫുള്ള് പൂക്കളാണ്. സൂര്യകാന്തി. ഇത് കണ്ട നിങ്ങൾ കാണുന്ന ദൂരമൊക്കെ പൂക്കളാണ്. അത് ഈ കാണുന്ന ഓറഞ്ച് കളറൊക്കെ എന്താണ്? പൂക്കളാണ് ഗൈസ്. അവിടെ മാത്രം. ഇവിടെ ഇത് കൃഷിയാട്ടോ. ഇത് ഇവിടെ ഇത് ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവിടെ. കണ്ടോ എന്ത് രസം. അവിടെ കുറെ പേര് വിസിറ്റിംഗ് ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫുള്ള് ഇതാ പൂവ് തന്നെയാണ് കേട്ടോ. ഇതാ ചെട്ടി, മല്ലികപ്പൂ, ഇതൊക്കെ തന്നെ രണ്ട് സൈഡിലും. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്. ലോഡ് സ്വിച്ച് എൻഗേജ് ചെയ്തിരിക്കുക. ഇവരെ അങ്ങോട്ട് പോകുന്നു, ഗുരുവായൂർ വീട്ടിൽ പോന്നിരുന്നു. ആണല്ലേ മറ്റേ ജിഷ്ണുവിന്റെ നമ്പറില്ല, ഹസ്ബൻഡിന്റെ. നോക്കിയാ ഇത് കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ കാണുന്ന കാഴ്ചകളൊക്കെ. 5 കിലോമീറ്റർ ഓടി കഴിഞ്ഞാല് HP-ന്റെ പമ്പുണ്ട്. നമുക്ക് HP-ന്റെ പമ്പിലൊന്ന് കയറണം. നോക്കിയാ ഈ 5 കിലോമീറ്റർ കഴിയുമ്പോ നോക്കിയാ ഇവിടെ സൈഡിൽ നോക്കിയാ എന്നാ കാഴ്ചയല്ലേ, എന്നാ വ്യൂ ആ നോക്കിയാ. ചെട്ടി, സൂര്യകാന്തി. പൂപ്പറിക്കാൻ പോരുമോ ആരെ നിങ്ങൾക്ക് ആവശ്യം ഇല്ല. ചെട്ടി പറിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാട്ടോ. ചെത്തി പറിക്കാനല്ല, അവര് ഫോട്ടോസ് എടുക്കാൻ പോവില്ല. ഇവിടെ വേറൊരു വിഷയം എന്താ അറിയോ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്താ വെച്ചാൽ ഇവര് ഫോട്ടോ നമ്മൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ നട്ടിങ്ങനെ കാണാം. ഇവര് നമ്മളിതിപ്പോ കയറി നമുക്കിതിപ്പോ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് അറിയുന്നവരെന്താക്കും പോയിട്ട് ഫോട്ടോസ് എടുത്തിട്ട് വരും. പക്ഷെ അറിയാത്തവര് അടുത്ത് പോകുമ്പോൾ ഇവരെന്താക്കുന്ന വെച്ചാല് ഇവര് പൈസ വാങ്ങുന്നുണ്ട് തോട്ടത്തിൽ പ്രവേശിക്കാൻ. 10-50 ഉറുപ്പ്യ വെച്ചാൽ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ഇവര് എന്താ പറയാ, ഇത് ശ്രദ്ധിക്കണം. പിന്നെന്താ വെച്ചാല് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അറിയാത്തവര് നമ്മളൊന്നും കൊടുക്കാറില്ല. കാരണം നമ്മളൊക്കെ പരിചയമുള്ള സ്ഥലം അവിടെയൊക്കെ. കാരണം ഇതൊന്നും ഇവിടെ ഇരിക്കുന്ന ഈ പൈസ വാങ്ങുന്നവർ സ്വന്തമല്ല. ഇവരിത് മലയാളിമാര് പണിക്ക് നിർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരെന്താക്കുക, ഇവരെ പോക്കറ്റ് മണിക്ക് എന്താക്കുകയാണ്, പൈസ ആക്കുകയാണ്. അതിനാണ് ഇവരിവിടെ കളിക്കുന്നത്. അങ്ങനെ ഒരു കിലോമീറ്ററും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് ആണ്. നല്ല നല്ല പൂക്കളുണ്ട് കേട്ടോ, നല്ല ചെത്തി. അതേമാതിരിക്ക് തന്നെ വേറെ കൃഷികളുണ്ട്, വാഴയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വാഴ. സൂര്യകാന്തി നമ്മൾ ആദ്യമേ കണ്ട അവിടെയുള്ളൂ. ഇവിടെ ഒന്നും സൂര്യകാന്തി കാണുന്നില്ല. ഇവിടെ അധികം ചെത്തിയാണ്. കാരണം ഓണ സീസൺ ആയില്ലേ, ഇനി ചെത്തിന്റെ കളികളായിരിക്കും. അപ്പൊ അങ്ങനെ അതാ നമ്മൾ ഏകദേശം നമ്മളെ ബിയർ ഫാക്ടറിന്റെ അടുത്ത് എത്താനായി. പിന്നെ കാലിക്കുപ്പിയും കൊണ്ട് നമ്മളിപ്പോ ഫാക്ടറി റൈറ്റ് സൈഡിലാണോ ഫാക്ടറി? റൈറ്റ് സൈഡില്
ഇതൊന്നല്ല, അങ്ങോട്ട് പോട്ടെ. ആ കാണുന്ന ഫാക്ടറിയാണ്, അപ്പുറത്ത് കാണുന്ന ഫാക്ടറിയാണ്. അപ്പം എൻട്രൻസ് ഏരിയ നമുക്ക് നോക്കാം. നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് കയറാം. ഓ, ഇവിടെ എവിടെയാട്ടെ എൻട്രൻസ്? പോട്ടെ. ഇതാണ് ഫാക്ടറി. ഇതിൻ്റെ എൻട്രൻസ് ആണ് കിട്ടേണ്ടത്. മെല്ലെ പോട്ടെ, നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് കിട്ടണം. ആ എൻട്രൻസ് പോട്ടെ, അപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് തന്നെ. അമ്പുണ്ടേ. ഓ, ഇവിടെ ഒരുപാട് വണ്ടി. Take the next right, then your destination will be on the right. അങ്ങോട്ട് വെക്കും, വണ്ടി കാണിച്ചു. ഒരു പറയും ഇവിടെ സൈഡാക്കിയിട്ട് അടക്കും. സൈഡാക്കി. അപ്പോൾ ഇക്കാന്നാണ് നമ്മളെ ബിയർ ഫാക്ടറി. ഇവിടേക്കാണ് നമ്മളെ കുപ്പിയിലെ കാലിക്കുപ്പി. പുള്ളിക്കാരൻ പോയിട്ടുണ്ട്, ഇപ്പം പറഞ്ഞാൽ എന്താന്ന് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഗൈസേ, ഇതാ ഇങ്ങനെ നീണ്ട് വിരിച്ച് പരവതാനി പോലെ കിടക്കുന്ന സ്ഥാപനം ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ ബിയർ ഫാക്ടറി. ഇപ്പം പറഞ്ഞാൽ ഇത് ഏത് കമ്പനീൻ്റെ ബിയറാണ് ഇവരുടെ പ്രൊഡക്റ്റ് ഇത് ഏതൊക്കെ ബിയറാണ് എന്നൊന്നും അറിയില്ല. പക്ഷെ എന്താണ് ഇതിൽ വലിയ കുപ്പിയും ചെറിയ കുപ്പിയും ഒക്കെ കലപ്പി കയറ്റിയിട്ടുണ്ട്. ബ്രോക്കോഡിൻ്റെ കുപ്പി മുതലൊക്കെ കയറ്റിയിട്ടുണ്ട്. അന്നേരം ഐ തിങ്ക് ദാറ്റ് എല്ലാ ബിയർ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരേ എല്ലാ കമ്പനിയിലും എല്ലാ ബ്രാൻഡും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നൊന്നും കറക്റ്റ് ഇതിൻ്റെ അവർ യാതൊരു ഐഡിയ ഇല്ല. അല്ല, ഇതെങ്ങനെയുണ്ട് സാധനം എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു കുപ്പി തിരയൂ. തെരുവിലേക്ക് തന്നെ ഇവിടെ ബിയറേജ് ക്യൂ നോക്കൂ. നമ്മളെ ജോലിക്കാരൻ എന്തായാലും കഥ ഒരുത്തം പറഞ്ഞില്ല ഇവിടെ ക്യൂ നിൽക്കൂലൊക്കെ. ഞാനൊരു തമാശ പറയുമ്പോൾ കാര്യമാക്കി എടുത്തു. കാട്ടക്കള്ളുടിയൻ. നമ്മള് കള്ളുടിയനല്ല, നമ്മള് വല്ലപ്പോഴും സന്തോഷത്തിന് അടിച്ചല്ലാണ്ട്. സന്തോഷത്തിന് രണ്ടെണ്ണം അടിക്കുന്ന ആളെ മുഖം നോക്കട്ടെ. സന്തോഷത്തിന് അടിക്കില്ലല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ അവൻ്റെ വൈഫിൻ്റെ അകത്തൂടെ കാണുന്നുണ്ട്. കാണണം, ഇതൊക്കെ ഓള് കാണണം. അപ്പോൾ കാശ് ഇനിയിപ്പം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു തിരിച്ചു പോകുന്ന വീഡിയോ എന്തായാലും ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിനിടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എന്തെങ്കിലും വിഷ്വൽസൊക്കെ ഉള്ളോട്ട് കയറുമ്പോൾ കിട്ടിയാൽ അതുകൂടി ആഡാക്കി തരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സ്റ്റേ ട്യൂൺ.